അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനത്തിൽ കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. ടൗൺ ജംഗ്ഷനിൽ നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു ചലനമുണ്ടായാൽ ശക്തമായി നേരിടാനുള്ള കരുത്ത് കാണിച്ചു ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പട്ടിണി തുടച്ചു മാറ്റണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരു ഘട്ടത്തിൽ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് കോൺഗ്രസ് പരാജയപ്പെട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും 3 വർഷത്തിന് ശേഷം ശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ടായത് ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിത്വത്തോട് ഇന്ത്യൻ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം മാത്രമാണ്. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ബാങ്കുകളുടെ ദേശസാൽക്കരണം, ഹരിത വിപ്ലവം, അങ്ങനെ ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ട വിപ്ലവകരമായ തീരുമാനങ്ങളെടുത്ത് ഈ രാജ്യത്തെ ഓരോ ദിവസവും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എടുത്ത ധീരോദാത്തമായ പരിപാടികളും പ്രവർത്തനങ്ങളും നമുക്കെല്ലാം ആവേശം നൽകുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ധീരമായ ഓർമ്മകൾ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ച് സംസാരിച്ചു. 1984 ഞങ്ങളൊക്കെ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു വാർത്ത സ്കൂളിലേക്കൊക്കെ എത്തിയത്. രാജ്യത്തെ പ്രധാനമന്ത്രി വെടിയേറ്റ് മരിക്കപ്പെട്ടു. ജീവൻ കാക്കാൻ നിയോഗിക്കപ്പെട്ട അംഗരക്ഷകൻ്റെ തന്നെ വെടിയേറ്റ് മരണം സംഭവിച്ചു എന്നുള്ള ഏറ്റവും വേദനാജനകമായ വാർത്ത അന്ന് ഓടിയെത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച, രക്തസാക്ഷിത്വം വരിച്ച 2 പ്രധാനമന്ത്രിമാർ, അമ്മയും മകനും, ശത്രുക്കളാൽ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ധീരമായ നിലപാടുകളിലൂടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയ 2 പ്രധാനമന്ത്രിമാർ ശത്രുക്കൾക്ക് മുട്ടുമടക്കി നിന്നു കൊടുക്കാതെ തൻ്റെ ഉറച്ച തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദിനവും കൂടി ആയതിനാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC ബേബി ഇവരെ അനുസ്മരിച്ച് സംസാരിച്ചു. നേതാക്കളായ തച്ചിൽ ജോർജ്, സിജു കലുങ്ങൽ, ലേഖ വത്സൻ, EV സുനിൽ, AA യാക്കോബ്, ഷാജി പുതുശ്ശേരി, സീന ദേവസിക്കുട്ടി, ലിസി ജോർജ്, ജോസൻ ചാക്കോ, CP ചാക്കോ, PK വേലായുധൻ, VO കൊച്ചാപ്പു, KA സഹദേവൻ, അൽഫോൻസ ജോസ്, ദേവസിക്കുട്ടി താനത്താൻ, മാധവൻ നെറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ജനകോടികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ലോകത്തെ പോലും ഞെട്ടിച്ച ഒരു മഹാസംഭവമായിരുന്നു 41 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലും ഇന്ത്യയിലെ ജനകോടികൾക്ക് നടുനിർത്തി നിൽക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയതും ശ്രീമതി ഇന്ദിരാഗാന്ധിയാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് ജന്മദിനമാണ് ഇന്നിവിടെ കൊണ്ടാടുന്നത്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിനു വേണ്ടി എന്ന് പറഞ്ഞ ആ പ്രസംഗം അവസാനിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ വീരവ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ യോഗത്തിന് ശേഷം ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി.